മലപ്പുറത്തു നിന്നൊരു വാർത്ത വരുന്നു. മഞ്ചേരിയിൽ കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ അന്തരിച്ചു. കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് പ്രതിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ കോടതി വെറുതെ വിട്ടിരുന്നു. മഞ്ചേരി ചാരങ്കാവ് തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് ഇപ്പോൾ മരിച്ചെന്ന വിവരം വരുന്നത്. അഷ്കർ അലി കരിമ്പയുടെ വിശദാംശങ്ങളുമായി. അഷ്കർ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു. അതിന് പിന്നാലെ പ്രതിയെ കൃഷ്ണപ്രിയയുടെ പിതാവ് തന്നെ കൊലപ്പെടുത്തിയിരുന്നു. വലിയ ഹീറോ പരിവേഷമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയതുമാണ്. സമൂഹം ഏറെ ചർച്ച ചെയ്ത വിഷയവുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിട വാങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. വിനിത, അത്ര വേഗത്തിലൊന്നും മലയാളികൾ മറക്കാത്ത പേരാണ്. വർഷങ്ങളും പതിറ്റാണ്ടുകളും പിന്നിട്ടെങ്കിൽ പോലും മലയാളികളൊക്കെ തന്നെ ഒരുപോലെ വിളിച്ചിരുന്ന കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന് വിളിച്ചിരുന്ന മഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണനാണ് ഇന്നലെ രാത്രിയോടെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷ്ണപ്രിയയുടെ കൊലപാതകം തുറന്നുണ്ടായ അതിലെ പ്രതിയുടെ കൊലപാതകമൊക്കെ തന്നെ ദിവസങ്ങളോളം വർഷങ്ങളോളം കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോഴും കേരളത്തിൽ ഓരോ പെൺകുട്ടിയും ബലാത്സംഗത്തിനോ മാനഭംഗത്തിനും ഒക്കെ ഇരയാകുമ്പോൾ ആദ്യം തന്നെ പറയുന്നൊരു പേരില്ലെങ്കിൽ മലയാളികൾ ഓർത്തെടുക്കുന്നൊരു പേര് കൂടിയാണ് ഈ കൃഷ്ണപ്രിയയുടെ അച്ഛനായിട്ടുള്ള ശങ്കരനാരായണൻ. 2021 ഫെബ്രുവരി 9 ശങ്കരനാരായണൻ്റെ ഏക മകളായിരുന്ന കൃഷ്ണപ്രിയ എന്ന 13 വയസ്സുകാരിയെ സ്വന്തം അയൽവാസി തന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ ക്രൂരമായി പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അത് തൊട്ട് പിന്നാലെ തന്നെ അതിൽ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അയൽവാസി കൂടിയായിട്ടുള്ള മുഹമ്മദ് കോയയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ പിന്നീട് ഏറെ സങ്കടത്തോടുകൂടി കൃഷ്ണപ്രിയയുടെ അച്ഛനെ കണ്ടിരുന്ന എല്ലാ നാട്ടുകാരും പിന്നീട് ഹീറോ ആയി കാണാൻ ഒരു സാഹചര്യം ഒരുക്കിയത് അത് തൊട്ടടുത്ത വർഷമായിരുന്നു. 2022 ജൂലൈ 27 ഇത്തരത്തിൽ ഈ കേസിൽ പ്രതിയായിരുന്ന മുഹമ്മദ് കോയ ജാമ്യത്തിൽ ഇറങ്ങിയതോടെ മറ്റു 2 പേരുടെ സഹായത്തോടെ ശങ്കരനാരായണൻ ഒരു തോക്ക് ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ തൻ്റെ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന പേരിലായിരുന്നു പിന്നീട് ഈ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ അറിയപ്പെടുന്നത്. ശങ്കരനാരായണൻ തന്നെ പിന്നീട് കോടതിയിൽ പോയി കീഴടങ്ങിയതൊക്കെ തന്നെ ഒരു ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും വാർത്തകളായി തന്നെ വായിച്ചിരുന്നത്. പക്ഷേ പിന്നീട് നിയമം കയ്യിലെടുത്തു എന്ന പേരിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് ശങ്കരനാരായണനും ഒപ്പമുണ്ടായിരുന്ന 2 പ്രതികളെയും മഞ്ചേരി സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയിലേക്ക് കേസെത്തുകയും തെളിവുകളുടെ സ്വാഭാവികത്തിലും അതുപോലെ തന്നെ സംശയത്തിൻ്റെ ആനുകൂല്യത്തിലും ശങ്കരനാരായണനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പിന്നീട് ശങ്കരനാരായണൻ ജയിൽ മോചിതയാവുകയും ചെയ്തു. പക്ഷേ അന്നും ഇന്നും ഏതൊരു ബലാത്സംഗ കേസ് വരുമ്പോഴും ഇല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളൊക്കെ തന്നെ പീഡനത്തിന് ഇരയാവുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു ഹീറോ പരിവേഷം എന്നോണം ഇന്നും മലയാളികൾ ഓർത്തെടുക്കുന്ന സമൂഹ മാധ്യമങ്ങളടക്കം ആവർത്തിച്ച് പറയുന്ന ഒരു ശങ്കരനാരായണനെങ്കിലും ആകണമെന്ന് മലയാളം ആവർത്തിച്ച് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ കൃഷ്ണപ്രിയയുടെ അച്ഛനായിരുന്നു ശങ്കരനാരായണൻ. മകൾ മരിച്ചതിന് ശേഷം ഒരിക്കലും മകളോടൊപ്പം കടന്നിരുന്ന കട്ടിലിൽ പോലും കിടക്കാതെ വീടിന് പുറത്തേക്ക് കട്ടിലിട്ട് അവിടെ കിടന്നിറങ്ങിയിരുന്ന മനുഷ്യൻ. അങ്ങനെ താടി മുടി നീട്ടി വളർത്തി ജരാനരകൾ ബാധിച്ച് ജീവിച്ചിരുന്ന മകളുടെ ഓർമ്മകളിൽ വേദനയോടെ ജീവിച്ചിരുന്ന മനുഷ്യനൊക്കെ തന്നെ ഒരു കണ്ണീരോടെയും ഹീറോ പരിവേഷത്തോടെയും ഒരുപോലെ ഓർത്തെടുത്തിരുന്ന മലയാളികൾ. അത്തരത്തിലുള്ള ശങ്കരനാരായണനാണ് ഇന്നലെ വാർദ്ധക്യ സഹജമായ അസുഖത്തോടെ 75 വയസ്സ് പ്രായമായിരിക്കും ഇന്നലെ രാത്രിയോടെ മരിക്കുന്നത്. വിനീത, ശരി, ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൊള്ളിളക്കമുണ്ടാക്കിയ കേസ് തന്നെയായിരുന്നു കൃഷ്ണപ്രിയ വധക്കേസ്. അതിൽ പിന്നീട് കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ട കൃഷ്ണപ്രിയയുടെ പിതാവാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. അഷ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.